ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിവിടെ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ എൻ്റെ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി കാണിക്കുവാണ്. വീട്ടിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാമേ. ഞാനിവിടെ വഴുതനങ്ങ, തക്കാളിക്ക, ക്യാരറ്റ്, പിന്നെ വാഴക്ക, വെള്ളുള്ളി, ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കരിയാപ്പില. ഞാൻ തുമരപ്പരിപ്പ് ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കഴുകി ഒന്ന് അരമണിക്കൂർ കുതിർത്ത് വെക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ കടുക് വറുക്കുവാണ്. അതിനാദ്യം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് ഞാൻ ഉലുവ ഇട്ടു, കുറച്ച് ഉലുവ, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ കടുക്, ചുമന്നുള്ളി, ഇഞ്ചി. ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ടേ ഉണ്ടാക്കത്തുള്ളേ. ഞാൻ അതിനകത്ത് ഒരു സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ എടുത്തിരിക്കുന്ന, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ അതിനകത്ത് കായോട് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് തുമരപ്പരിപ്പ് അങ്ങോട്ട് ഇട്ടേ. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിനകത്ത് വേവിച്ചെങ്കിലും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സൂപ്പർ. ഞാൻ കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ ക്യാരറ്റും ഓമയ്ക്ക, പപ്പായ, പച്ച പപ്പായ തോരൻ വെക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഓമയ്ക്കയുടെ തൊലിയെല്ലാം ചെത്തി ക്ലീൻ ചെയ്ത് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. ഞാനിവിടെ വെജിറ്റബിൾ ചോപ്പറിനകത്തിട്ട ഓമയ്ക്ക, ക്യാരറ്റ് എല്ലാം കൂടി അരിഞ്ഞെടുക്കുന്നേ. ഞാൻ ചോപ്പറിനകത്ത് ഇടുമ്പോൾ ഇതുപോലെ കൊച്ചു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതുപോലെ ഞാൻ ചോപ്പറിനകത്തിട്ട് ഓമയ്ക്കയും ക്യാരറ്റും കൂടി ചോപ്പ് ചെയ്തെടുത്തേ. ഇവിടെ തോരൻ ഉണ്ടാക്കാൻ ഉള്ളി, 2 വെളുത്തുള്ളി, തേങ്ങ തിരുമിയത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാമേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്ന. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു, കടുക് പൊട്ടി, വെട്ടൽമുളക് ഇട്ടു. ഇനി ഞാൻ അതിനകത്തോട്ട് ഓമയ്ക്കും ക്യാരറ്റും എല്ലാം കൂടി ചേർക്കുവാണ്. ഇങ്ങനെ നമ്മളൊന്ന് അമക്കി വെക്കണേ. ഒരു ആവി വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ആദ്യം ഒരു ഹൈ ഫ്ലെയിം കൊടുത്തും വെച്ച് ഇതൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം, വേകാൻ വേണ്ടിയുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ഇതുപോലൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാമേ. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഗായ്സ്, ഞാനിവിടെ മുട്ട പൊരിക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് തേങ്ങ തിരുമിയതും, ചുമന്നുള്ളി, പച്ചമുളക്, അതിനിടയ്ക്ക് ചുമന്ന മുളക് ഇട്ടിട്ടുണ്ട്, പഴുത്ത മുളക്, കരിയാപ്പില, കുറച്ച് ഇഞ്ചി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാന്നേ. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തു. അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മളിതുപോലെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 1 സ്പൂണ് ഓയിൽ ആഡ് ചെയ്യണേ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ മുട്ട ഒഴിച്ച് ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു, അതിൻ്റെ മുകളിൽ മുട്ട ഒഴിച്ചു. അങ്ങനെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് സാമ്പാർ, മോരുകറി, ഓമയ്ക്ക തോരന്, മുട്ട, മാങ്ങ അച്ചാർ, റൈസ്. അടിപൊളി സാമ്പാറാണ്. ഇവിടെ മോരുകറി ഇരിപ്പുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.